നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം കുക്കേട്ടൻ. അപ്പോൾ കേരള പാഠാവലിയും ഇംഗ്ലീഷൊക്കെ നന്നായി എഴുതി എന്ന് ഞാൻ അറിഞ്ഞു. ഇനി അടിസ്ഥാന പാഠാവലിയുടെ അവസാന റൗണ്ടിൽ കൂടെ നമുക്കൊന്ന് കണ്ടുപിടിക്കാം അല്ലേ? പ്ലാവിലെ കന്നി തകഴി ശിവശങ്കര പിള്ളയുടെ രണ്ടിടം കഴി എന്ന നോവലിൽ നിന്ന് എടുത്ത ഭാഗം. ദാരിദ്ര്യത്തെയും പട്ടിണിയെയും സ്നേഹം കൊണ്ട് മറികടക്കുന്ന കഥാപാത്രങ്ങൾ. കോരനും ചിരുതിയൊക്കെ അതിൽ പ്രധാന കഥാപാത്രങ്ങളായി കടന്നു വരുന്നു. ഓരോ വിളിയും കാത്ത് UK കുമാരൻ്റെ ചെറുകഥ. അച്ഛൻ മരിച്ച വീട്ടിൽ ഒറ്റപ്പെടുന്ന ഒരു അമ്മയുടെ മാനസിക പ്രയാസങ്ങൾ അവിടെ വരച്ചു കാണിക്കുകയാണ്. അമ്മത്തൊട്ടിൽ റഫീഖ് അഹമ്മദിൻ്റെ കണ്ണീരില്ലാത്തവരുടെയും പോലും കണ്ണീര് വരുന്ന ഹൃദയസ്പർശിയായ കവിത. പ്രായമായവരോടുള്ള പുതിയ തലമുറയുടെ സ്നേഹമില്ലായ്മയും വാർദ്ധക്യം സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും അവിടെ എടുത്തു പറയുന്നു. കൊച്ചു ചക്കരിച്ചി AP ഉദയഭാനുവിൻ്റെ ലേഖനം. ബാല്യകാല അനുഭവങ്ങളിലൂടെ മാവിന് മാനുഷിക ഭാവങ്ങൾ നൽകിക്കൊണ്ടുള്ള അവതരണ രീതി. ഓണമുറ്റത്ത് വയലപ്പള്ളി ശ്രീധരമേനോൻ്റെ വിട എന്ന കവിതാ സമാഹാരത്തിൽ നിന്നും ഓണക്കാലത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് നമ്മുടെ സംസ്കാരത്തിലും പാരമ്പര്യത്തിലും പ്രകൃതി സൗന്ദര്യത്തിലും അഭിമാനം കൊള്ളുന്ന കവി. കോഴിയും കിഴവിയും കാരൂരിൻ്റെ ആക്ഷേപഹാസ്യ രീതിയിൽ അവതരിപ്പിക്കുന്ന കഥ. ഗ്രാമീണരായ രണ്ട് അയൽപ്പക്കങ്ങളിലൂടെ സ്നേഹവിദ്വേഷങ്ങളെ തുറന്നു കാണിക്കുന്നു. കഥാപാത്രങ്ങളായി മത്തായിയും മത്തായിയുടെ അമ്മയും മർക്കോസും എല്ലാവരും ഉണ്ട്. ശ്രീനാരായണ ഗുരു. കുറ്റിപ്പുഴ കൃഷ്ണപിള്ളിയുടെ ലേഖനം സമകാലിക മനുഷ്യ സമൂഹത്തിൽ നടക്കുന്ന കൊള്ളരുതായ്മകൾക്കെതിരെ ആഞ്ഞടിക്കുന്നു. ഗുരുവിൻ്റെ ജീവിത സന്ദേശങ്ങൾ അതിന് മുതൽക്കൂട്ടാകുന്നു. പത്രനീതി. സുകുമാർ അഴീക്കോടിൻ്റെ ലേഖനം. ഏത് സാഹചര്യത്തിലും സമൂഹത്തെ ശരിയായ ദിശയിൽ നയിക്കാൻ പത്രമാധ്യമങ്ങൾക്കുള്ള പങ്ക് ആ നേർരേഖ ഈ ലേഖനത്തിൽ ചർച്ച ചെയ്യുന്നു. പണയം. സന്തോഷ് കുമാറിൻ്റെ ചെറുകഥ. റേഡിയോ സമൂഹത്തിൽ ചെലുത്തിയ സ്വാധീനവും ജീവിതത്തിൻ്റെ രണ്ടറ്റങ്ങൾ കൂട്ടിപ്പിടിക്കാൻ പ്രയാസപ്പെടുന്ന ഓരോ മനുഷ്യജീവനുകളുടെയും കഥ. തയ്യൽക്കാരൻ ചാക്കുണ്ടിയുടെയും ചെമ്പും മത്തായിലുടെയും അത് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നു. അമ്മയുടെ എഴുത്തുകൾ. മധുസൂദൻ നായരുടെ മനോഹരമായ കവിത. മാതൃത്വത്തിൻ്റെ മഹത്വം, മാതൃഭാഷയുടെ പ്രാധാന്യം മറന്ന് വിദേശ ഭാഷയുടെ സംസ്കാരത്തിൻ്റെ പിന്നാലെ പോകുന്ന നമ്മുടെ സമീപനങ്ങളെ തുറന്നു കാണിക്കുന്ന കവിത. നന്ദി, നമസ്കാരം.